1950 നമ്മുടെ രാജ്യത്ത് ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിവസത്തിന്റെ അടയാളമാണ് റിപ്പബ്ലിക് ദിനാഘോഷം. ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തിന്റെ നിയമസംഹിതയാണ് ഭരണഘടന. 395 ആർട്ടിക്കിളും 8 ഷെഡ്യൂളുമുള്ള ഭരണഘടനയാണ് ഇന്ത്യൻ അസംബ്ലി 1950 അംഗീകരിച്ചത്. റിപ്പബ്ലിക് ദിനം രാജ്യമൊട്ടാകെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കളമശ്ശേരി ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ എറണാകുളം റേഞ്ച് മോട്ടോർ ട്രാൻസ്പോർട്ട് ഡിവൈഎസ്പി പ്രദീപ് വി പതാക ഉയർത്തി. സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിലും ഭാരതത്തിന്റെ ദേശീയ പതാക ഉയർത്താൻ അനുവാദമുള്ള ദിനമാണ്. വ്യത്യസ്ത ജാതികളും മതങ്ങളും പശ്ചാത്തലങ്ങളും നിറങ്ങളുമുള്ള ആളുകൾ അന്ന് ദേശീയത എന്ന ഒറ്റനൂലിൽ ഒന്നിച്ചു കോർത്തെടുക്കുന്ന മുത്തുകൾ പോലെ ചേരുന്നു. വളരെ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും നമ്മുടെ പൂർവികരുടെ ത്യാഗത്തെയും സമർപ്പണത്തെയും സ്വതന്ത്രചര്യയും ഓർമ്മിക്കാനും ആഘോഷിക്കാനും ഈ ദിവസം നമ്മളെ ഒരുമിച്ച് ചേർക്കുന്നു. നമ്മൾ രാജ്യത്തിൻ്റെ 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന രാജ്യവും വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ മതങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന നമ്മൾക്ക് നിലവിൽ വന്നു. ആ ഭരണഘടനയെ അധിഷ്ഠിതമായ ആണ് നമ്മളുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. എല്ലാ വിഭാഗങ്ങൾക്കും തുല്യതയും സംരക്ഷണവും സാമൂഹിക സമത്വവും നൽകുന്ന ഒരു ഭരണഘടനയാണ് നമ്മൾക്കുള്ളത്. ആ ദിനത്തിൻ്റെ ഓർമ്മയായാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത്. ഈ ബോധം നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കുകയും രാജ്യത്തിൻ്റെ പുരോഗതിക്കും അഖണ്ഡതയ്ക്കും രാജ്യത്തിൻ്റെ വികസനത്തിനും വേണ്ടി നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയും ചിന്തയും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണമെന്നും അതിലൂടെ നമ്മളുടെ രാജ്യം പുരോഗതിയിലേക്കും വികസനത്തിലേക്കും ജനങ്ങളുടെ സുരക്ഷിതമായ ജീവിതത്തിലേക്കും നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും ഓർമ്മയിൽ നിലനിർത്തിക്കൊണ്ട് നമ്മളുടെ ഈ ഭരണഘടനയുടെ ശില്പികളായവരെയും നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരെയും സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.